തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വെള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. പുതുക്കുറിച്ചി സ്വദേശി ജോണിനെയാണ് കാണാതായത്. അഴിമുഖത്തെ ശക്തമായ തിരയിൽ പുലർച്ചെ വെള്ളം മറിയുകയായിരുന്നു. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രസാദ്, ഇയാൾക്കായുള്ള തിരച്ചിൽ എവിടെ വരെ എത്തി? ബിനിൽ, ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് അപകടമുണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ 60-ലേറെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വീണ് മരിച്ച ഇടമാണ് ഈ മുതലപ്പുഴയിലെ അഴിമുഖം എന്ന് പറയുന്ന സ്ഥലം. അവിടെ മണൽ അടിഞ്ഞുകൂടി ചുഴി രൂപപ്പെടുന്നതിനാൽ അതുവഴി പോകുന്ന വള്ളങ്ങൾ വലിയ തിരമാലയിൽപ്പെട്ട് ആടി ഉലഞ്ഞ് മറിയുന്ന ഒരു രീതിയാണ് എപ്പോഴും ഉണ്ടായത്. അത് തന്നെയാണ് ഇന്ന് രാവിലെയും സംഭവിച്ചത്. അങ്ങനെയാണ് പുതുക്കുറിച്ചി സ്വദേശി ജോണിനെ കാണാതായിരിക്കുന്നത്. ജോൺ അടക്കം 6 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 5 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ജോണിനായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ രാവിലെ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള തെരച്ചിൽ നാവികസേനയോ മറ്റുള്ള ഒരു തെരച്ചിലൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് പുലർച്ചയ്ക്ക് തെരച്ചിൽ തുടങ്ങിയത്. പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. എന്തായാലും സമീപകാലത്ത് ഒരുപാട് ദുരന്തമുണ്ടായ ഒരു സ്ഥലമാണ് മുതലപ്പുഴി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് ഇന്ന് വീണ്ടും ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 5 പേർ നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പുലർച്ചെയാണ് പുതുക്കുറിച്ചി സ്വദേശി നജീബിന്റെ ഉടമസ്ഥയിലുള്ള വള്ളത്തിൽ 6 പേർ അപകടത്തിൽപ്പെട്ടത്. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.